PYQ ഡിസ്കഷനാണ്. നമുക്ക് 2022 പ്രിലിംസിന്റെ PYQs നോക്കാം. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? 5+3+3+4 5+3+3+4 ആണ് ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്താണ്? ചെങ്കോട്ടയാണ്. ചെങ്കോട്ട. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി എന്താണ്? മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ള ലോകായുക്ത നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത, ഇത് ഓൾഡ് ആണോ എന്നറിയില്ല, നമുക്ക് സെർച്ച് ചെയ്യണം. ലോകായുക്ത ആരാണെന്ന് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കമന്റിലിടണേ. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടായിരുന്നു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സംഘടന നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. അത് ശരിയാണ്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപം കൊണ്ടത്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അതും ശരിയാണ്. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. 2020 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടാനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗമാണ് സിവാലിക്. ഏറ്റവും നോർത്ത് ഭാഗമാണ് ഹിമാദ്രി. നടുക്ക് എന്താ? ഹിമാചൽ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിഴിഞ്ഞമാണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമാണ് നാഗ്പൂർ. നാഗ്പൂരാണ് ഇന്ത്യയുടെ ഏറ്റവും കേന്ദ്രഭാഗത്തിലുള്ള നഗരം. നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉദ്ഭവിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 1, 2 ശരിയാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളാണ് ഖാദർ എന്നറിയപ്പെടുന്നത്. കറുത്ത മണ്ണിന് റിഗർ എന്നും വിളിക്കുന്നു. കറുത്ത മണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഗർ എന്ന് വിളിക്കുന്നത്. അത് ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നുണ്ട്. പുതിയ എക്കൽ നിക്ഷേപമാണ് ഖാദർ. പഴയതോ? ബങ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് നിലയിൽ വന്നത് മുംബൈയിലാണ്. 3 തലസ്ഥാനങ്ങളിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പരുത്തി തുണി വ്യവസായത്തിൽ 2-ാം സ്ഥാനം. ഒന്നാമത് ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഉൾപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കല്ലുകളുണ്ട്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഇപ്പം ആരാ? മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഇതിലുള്ളത് ഓൾഡാണ്. കമന്റിൽ രേഖപ്പെടുത്തണേ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന്.
ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6-നാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലിയു. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശാ സമ്മേളനങ്ങളും പങ്കെടുത്തത് ബി.ആർ. അംബേദ്കർ ആണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിൽ ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു മൈക്കിൾ ഒ ഡയർ. അദ്ദേഹത്തെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? പാമ്പാറാണ്. കബനി, ഭവാനി, പാമ്പാർ. ഇതാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് ഔദ്യോഗിക പക്ഷി. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏതു തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൊടുങ്ങരപ്പള്ളം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല കേരളത്തില്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാറാണ്. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കേൽ കുമാരഗുരു. അതന്നെയാണ് പൊയ്കേൽ യോഹൻ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൾ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അപ്പൊ നമ്മൾ 58 PYQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. PYQ നോക്കി തന്നെ നിങ്ങൾക്ക് ഒരുവിധം എക്സാമിന്റെ ട്രാക്കിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഡെയിലി ഇനി PYQ നമ്മൾ ഇടും. നിങ്ങളത് നോക്കണം. താങ്ക് യു all.